ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ബിസ്മീസ് ഫുഡ് റെസിപ്പിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്മ മാത്രം നേർന്നുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യലാണ്. ചുരുക്കം ആൾക്കാർക്ക് അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ഒന്നുകൂടി അറിയാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ തിക്കിടി എന്ന് കേട്ടിട്ടുണ്ടോ? സാധാരണ വിശേഷ ദിവസങ്ങളിലാണ് ഇത് ഉണ്ടാക്കാറ്. കാരണമൊന്നുമല്ല, കാരണം കുറച്ച് പണി കൂടുതലാണ്. അതുകൊണ്ടാണ് സാധാരണ വിശേഷ ദിവസങ്ങളിൽ ഇത് ഉണ്ടാക്കുന്നത്. തിക്കിടിയും നല്ല മട്ടൻ കറിയും സൂപ്പർ കോമ്പിനേഷനാണ്. എങ്കിൽ പിന്നെ സമയം കളയേണ്ട, നമുക്ക് തിക്കിടി തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 3 കപ്പ് അരിപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം 1 സ്പൂൺ ഉപ്പ് ചേർക്കുക. പിന്നീട് നമുക്ക് ഉപ്പ് കൂടുതൽ ആവശ്യത്തിന് ചേർക്കാം. അതിനുശേഷം ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. പിന്നീട് ഇത് എല്ലാം കൂടി ഈ കാണുന്ന പോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നല്ലതുപോലെ വെട്ടിത്തിളപ്പിച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുഴച്ചു വെച്ച മാവിൽ നിന്നും അല്പം എടുത്ത് ഈ കാണുന്നത് പോലെ നീളത്തിൽ ഉരുട്ടി വയ്ക്കുക. ഇവിടെ ഞാൻ കുറച്ച് നീളത്തിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നീട് അതിൽ നിന്നും ഒരു പിഞ്ച് മാവെടുത്ത് ഇതുപോലെ കൈകൊണ്ട് ഉരുളകളാക്കി പരത്തിയെടുക്കുക. അല്പം ബുദ്ധിമുട്ടുള്ള പണിയാണ്, ക്ഷമ വേണം. അപ്പോൾ ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ട് വരാം. അതുവരെ ഒരു ചിന്ന ബ്രേക്ക്. മാവും ഞാനുമായിട്ട് ഒരു യുദ്ധം കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ചെറിയ ഉരുളകളാക്കി പരത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, അല്പം ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നീട് 1.5 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 സ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നീട് 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. തിക്കിടിക്ക് ചേർക്കാനുള്ള ചേരുവകൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ 1ഉം 2ഉം സ്റ്റെപ്പുകൾ കഴിഞ്ഞ് ഇനി പാചകത്തിലേക്ക് നമുക്ക് കടക്കാം. അതിനായി ഞാനിവിടെ അല്പം വലിപ്പമുള്ള പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് പാത്രം നല്ലതുപോലെ ചൂടാകുമ്പോൾ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നേരത്തെ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഒരു 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. അപ്പോൾ ഈ അരപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് വേവും. പിന്നീട് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി നേരത്തെ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന മാവിൻ്റെ ചെറിയ ഉരുളകൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് തമ്മിൽ ഒട്ടിപ്പോവാതെ അല്പാൽപമായി ഇട്ട് കൊടുത്ത് ഇളക്കി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. ആഹാ, നല്ലൊരു മണവും ആ പെരിഞ്ജീരകത്തിൻ്റെ എല്ലാം ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തിക്കിടി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട, ഈ പരുവത്തിൽ വേണം തിക്കിടി ഉണ്ടാക്കിയെടുക്കാൻ. ഒരല്പം വെള്ളമുണ്ട്, അത് തണുത്ത് കഴിയുമ്പോഴേക്കും റെഡിയാവും. ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അല്പം തിക്കിടി എടുക്കുക, ഒരല്പം മട്ടൻ കറി അങ്ങോട്ട് ഒഴിക്കുക. ഇത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് കഴിച്ചു നോക്ക്. നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്.
അപ്പോൾ തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ എൻ്റെ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. വീണ്ടും ഒരു വിഭവമായിട്ട് വരുന്നതുവരയ്ക്കും നിങ്ങളുടെ സ്വന്തം ബിസ്മി.